ഇന്ന് ജൂലൈ 1 ഡോക്ടേഴ്സ് ഡേ. ഇന്ത്യ ഡോക്ടേഴ്സ് ഡേ എന്ന് പറഞ്ഞ് ആചരിക്കുന്ന ദിവസം. 2025 ജൂലൈ 1 തീം എന്താണെന്ന് വെച്ചാൽ ബിഹൈൻഡ് ദ മാസ്ക്, കെയറിങ് ദ കെയർ ഗിവേഴ്സ്. നമ്മളെപ്പോഴും ആലോചിച്ചിട്ടില്ലേ, ഡോക്ടേഴ്സ് നമ്മളെ ഫീലിങ്സ്, പ്രശ്നങ്ങൾ, ഇതിനെ കെയർ ചെയ്യാൻ, ഇത് പറയാൻ, നമുക്കൊരിടത്ത് ചെന്ന് പറയാൻ സത്യത്തിലൊരു സ്പേസ് ഉണ്ടോ? എപ്പോഴും നമ്മളെ അലട്ടുന്ന, എൻ്റെ വീക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നത് ശരിക്കും ഡോക്ടേഴ്സ് ആൻഡ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്. മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ അത് റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് ആരുടെ അടുത്തും ചെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ തന്നെയാണ് നമ്മളെ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഫിസിക്കലി നമ്മൾ ഫിറ്റായിരിക്കണം. 2, നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് കംപ്ലീറ്റ് നമ്മൾ പ്രാക്ടിക്കലായിരിക്കണം. ഭക്ഷണം ഇന്നതാണ് എന്ന് പറഞ്ഞാൽ ഇത്ര പ്രോട്ടീൻ, ഇത്ര കാർബോഹൈഡ്രേറ്റ്, ഇത്ര വൈറ്റമിൻസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആളുകളെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മളും അതേ ഉപയോഗിക്കാൻ പാടുള്ളൂ. 3, നമ്മൾ എങ്ങനെയാണ് റെഗുലർ എക്സസൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ പഠിപ്പിക്കുന്നു, അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. നമ്മുടെ ആക്ടിവിറ്റീസ്, നമ്മുടെ റൂട്ടീൻ ആക്ടിവിറ്റീസിൽ നമ്മൾ നമ്മുടെ എക്സസൈസ് കണ്ടെത്തിയിരിക്കണം. പിന്നെ നമ്മൾ മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ്റെ മാത്രമാണ് സത്യത്തിൽ ഡോക്ടേഴ്സ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അത് നമ്മൾ മെഡിറ്റേഷനിലൂടെ കണ്ടെത്തിയിരിക്കണം. നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിലെ ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ സ്റ്റാൻഡേർഡുകളെക്കാളും മേലെയാണെന്ന് പറയാം. ലോകത്തെവിടെയും ഇത്രയും നല്ല ഒരു ആരോഗ്യ നിലവാരമില്ല. ഇതുണ്ടാക്കിയത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളോ ഇവിടുത്തെ ഒരു തരത്തിലുള്ള ഓർഗനൈസേഷനോ അല്ല, നമ്മൾ ഡോക്ടേഴ്സാണ്. ഇവിടുത്തെ ഡോക്ടേഴ്സ് ഇവിടെ തന്നെ കിടന്ന് ഇവിടെ തന്നെ എല്ലാം പണയം വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു കേരള ആരോഗ്യ മോഡലുണ്ട്. അത് ഗവൺമെൻറ് തലത്തിലും പ്രൈവറ്റ് തലത്തിലും ഒരേപോലെ ശോഭിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ അവകാശം, കുത്തകകളൊന്നും ആരും അവകാശപ്പെടാൻ വരരുത്. അത് ഡോക്ടേഴ്സിന് മാത്രമുള്ളതാണ്, അത് നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. ഹാപ്പി ഡോക്ടേഴ്സ് ഡേ. താങ്ക് യു.